ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ നേരം വെളുക്കാത്ത മുന്നേ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? ഒരു സ്ഥലം വരെ പോകുക. ഇന്ന് എൻ്റെ ഫൈനൽ ഡേ ആണ്. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഇന്നാണ് ശരിക്കും ഞാൻ സർട്ടിഫിക്കേഷൻ വാങ്ങി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വന്നിട്ട് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. എല്ലാം വിശദീകരിച്ചെടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒന്നും നടന്നില്ല. ഭയങ്കര ബിസിയായിപ്പോയി, ഒരുപാട് ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ കഴിക്കാണ്ടൊരു നല്ല കാര്യത്തിന് ഇറങ്ങണ്ട പറഞ്ഞിട്ട് നമ്മൾ അന്നപൂർണി പോയിട്ട് നല്ല വടയും പിന്നെ നല്ല നെയ് റോസ്റ്റും ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ വെന്യൂയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ വെന്യൂ വന്നിട്ട് JK ഹോട്ടൽസിലായിരുന്നു ഞങ്ങളുടെ ഫൈനൽ ഡേ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പഠിച്ച കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അത് ഇനിയൊരു വീഡിയോ അയച്ചിടാം. അപ്പോൾ ഞാൻ എൻ്റെ കോസ്റ്റ്യൂമും എനിക്കുള്ള സാധനങ്ങളും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ടേബിളിൽ ഹാജരായി. അപ്പോൾ സ്റ്റുഡൻസും മോഡൽസും എല്ലാവരും എത്തി, പരിപാടി തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ടീച്ചേഴ്സ്, അതായത് രമ്യ മാമിന് ശേഷം ഞങ്ങളെല്ലാവരും ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ. സോ ഇത് വന്നിട്ട് ബിഫോർ ഷൂട്ടാണ്. ഇതാണ് എൻ്റെ മോഡൽ. സോ ഇടയ്ക്കിടയ്ക്കത്തെ ഒരു ചെറിയ ക്ലിപ്സാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. തിരക്കും ബഹളമൊക്കെ കാരണം എനിക്ക് വീഡിയോ നേരവണ്ണം എടുക്കാൻ കഴിഞ്ഞില്ല. ഫൈനൽ ഡേ അപ്പോൾ നന്നായിട്ട് നമ്മളുടെ വർക്കിനെ പ്രദർശിക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല വൃത്തിക്ക് ചെയ്യായിരുന്നു. അതിൻ്റെ കൂടെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഫുഡ് മുഖ്യം. ഉച്ചയ്ക്ക് പോയി നല്ല വിശദീകരിച്ച് ലഞ്ച് കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ആഫ്റ്റർ ലുക്ക്. ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു നിക്കാ ലുക്കാണ്, ട്രഡീഷണൽ നിക്കാ ലുക്കാണ്. ഷോള് ഇനി അടുത്തത് ഇടണം. കുറച്ച് ഷോളില്ലാണ്ട് ഫോട്ടോ എടുത്തിട്ട് അടുത്ത ഷോളിട്ടിട്ട്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൊന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് ഞാനന്ന് മിനിക്കൽ പരിപാടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ മോഡൽസ് റെഡിയായി കഴിഞ്ഞു. അവർ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ശോഭിക. ഞങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ശോഭിക. ആൾക്ക് എൻ്റെ അതേ സെയിം ഏജാണ്. സോ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ സെയിം ഏജാണ്, അവളുടെ കല്യാണം കഴിഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നല്ലവണ്ണം ഞങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും വർക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും അത്രയ്ക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോഷൂട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് വന്നിട്ട് മോഡൽസിൻ്റെ ആഫ്റ്റർ ലുക്ക് റാമ്പ് വാക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ മോഡൽ? നന്നായിട്ടുണ്ടോ? ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് കുറച്ച് ആൾക്കാരോട് താങ്ക്സ് പറയാനുണ്ട്. അതിൽ ഒന്നാമത് വന്നിട്ട് പടച്ച തമ്പുരാനോട്, പിന്നെ എൻ്റെ അത്താനോടും ഉമ്മാനോടും അണ്ണാനോടും, പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട്, പിന്നെ എൻ്റെ കുട്ടീനെ ഇത്രയും ദിവസം പൊന്നുപോലെ നോക്കിയ എൻ്റെ നാത്തൂനോടും നാത്തൂൻ്റെ മോളോടും. എന്നെക്കൊണ്ട് കഴിയും, നീ പോ, ഞാൻ നോക്കാം, നിന്നെക്കൊണ്ട് കഴിയും എന്ന് പറഞ്ഞ് എൻ്റെ ഈ എല്ലാ ഫാമിലി മെമ്പേഴ്സോടും ഞാൻ ഒരുപാട് നന്ദിയും എന്താ പറയാമെന്നറിയില്ല, ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കേഷൻസൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളെല്ലാവരും ഈ 21 ദിവസമാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയായി, ഫ്രണ്ട്സായി, ഭയങ്കര തിക്ക് ഫ്രണ്ട്സായി. ലാസ്റ്റ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഗ്രൂപ്പിൽ ഒരേ മിസ്സിങ് ആയി. അപ്പോൾ നമ്മൾ ഒരുപാട് എല്ലാവരെയും ഭയങ്കര മിസ് ചെയ്യുന്നു. ഒരു ഫാമിലിയായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും 8:30 ഇറങ്ങി. റെൻറ്റിന് എടുത്തതൊക്കെ തിരിച്ച് റാപ്പിഡോയിൽ ബുക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഇറങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഒരുമാതിരി മിക്സ്ഡ് എമോഷൻസ് ആയിരുന്നു എനിക്ക്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചൊരു സംഭവം ഇന്ന് നടന്നിരിക്കുക.
അതിൻ്റെ ഒരു സന്തോഷം, ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടിയ സന്തോഷം, ഒരു പെർഫെക്ഷനോട് ചെയ്തതിനുള്ള സന്തോഷം. അപ്പം എല്ലാ സന്തോഷം കൊണ്ട് മനസ്സും വയറും നിറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അപ്പോൾ രാത്രി നല്ല സന്തോഷത്തോടു കൂടെയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി കുട്ടി വ്ളോഗ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം.